Hi everyone, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ യൂണിറ്റ് 10, 9, 8 കഴിഞ്ഞ് we are moving to unit 7 data interpretation എന്ന് പറയുന്ന യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് അറിയാം, പലപ്പോഴും പലർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ട് പലരും മാറ്റി നിർത്തുന്ന ഒരു ഏരിയ കൂടെയാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ബട്ട് നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. കാരണം നമ്മളിപ്പോൾ നെറ്റ് എക്സാമിന്റെ പാറ്റേൺ മാറി, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായി, ഒരു യൂണിറ്റിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വരും എന്നുള്ളത് പോലും ഇപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു പാറ്റേൺ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം, കൃത്യമായിട്ട് ഒരു ടേബിളോ ഒരു ചാർട്ടോ തന്ന 5 ചോദ്യങ്ങളാണ് യൂഷ്വലി ചോദിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം. ഒബ്വിയസ്ലി അത് ചെയ്യണം, പക്ഷെ അത് ചെയ്യുമ്പോൾ പോലും നമ്മൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പലപ്പോഴും സിമ്പിൾ ആയിരിക്കും ചോദ്യങ്ങൾ, സമയം കിട്ടാതെ വരുന്നതൊക്കെ പലപ്പോഴും ഈ പ്രാക്ടീസിന്റെ കുറവ് മൂലമാണ്. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡിൽ വളരെ ആ ഒരു കൃത്യം സമയത്തിനുള്ളിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഉത്തരത്തിലേക്കുള്ള ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ആ ഡേറ്റ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാ ഹിന്റും ക്ലൂസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പൊ നമ്മൾ പൈ ചാർട്ട്, ബാർ ഡയഗ്രാം, ലൈൻ ഗ്രാഫ്, ടേബിള്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പെർസെൻറ്റേജ്, കൂടുതലും പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, ഈ 3 ഭാഗത്തു നിന്നാണ് പലപ്പോഴും ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതുവഴി നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. സോ സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഇതൊരു ടേബിൾ ടൈപ്പ് ചോദ്യമാണ്. Study the table given below and answer the questions to. It consists of marks obtained by candidates in different subjects. The number in the brackets give the maximum marks in each subject. അതായത് ഈ ടേബിളിൽ കുട്ടികളുടെ പേരുണ്ട്, അതിനോടൊപ്പം ഓരോ സബ്ജക്റ്റ് ഉണ്ട്. മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ്. ഓരോ സബ്ജക്റ്റുകളിലും ഓരോ കുട്ടികൾ നേടിയ മാർക്കാണ് അവരുടെ പേരിന് നേരെ കൊടുത്തിട്ടുള്ളത്. ഈ സബ്ജക്റ്റിന്റെ ഒപ്പം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് മാക്സിമം മാർക്സ്. മാത്സ് പരീക്ഷ 150-ലാണ്, കെമിസ്ട്രി 130-ലാണ്, ഫിസിക്സ് 120-ലാണ്, ജിയോഗ്രഫി 100-ലാണ്, ഹിസ്റ്ററി 100-ലാണ്, കമ്പ്യൂട്ടർ സയൻസ് 100-ലാണ്. അപ്പോൾ ഔട്ട് ഓഫ് 150, ഔട്ട് ഓഫ് 130, ഔട്ട് ഓഫ് 120 ഇവർ നേടിയിട്ടുള്ള സ്കോറാണ് ഇതിന് നേരെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റ ഇസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ്, അല്ലെ? ഒരു ടേബിള് കംപ്ലീറ്റ് ആണ്. ആൻഡ് നമുക്ക് ഇനി ഈ ഒരു ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ ചോദ്യം എന്താണ്? What is the average of marks obtained by Aman for all subjects? അപ്പൊ നമുക്കിവിടെ അമന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കോളം മാത്രം, ഈ ഒരു റോ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി. അമന്റെ ആവറേജ് മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആവറേജിന്റെ ഫോർമുല എന്താണ്? ഹൗ വിൽ വി ഫൈൻഡ് ദി ആവറേജ്? ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ബൈ നമ്പർ, അല്ലെ? ടോട്ടൽ എത്രയുണ്ട് ബൈ എത്ര നമ്പർ ഉണ്ട്. ഇപ്പൊ ഇവിടെ അമന്റെ ആവറേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അമന്റെ ടോട്ടൽ മാർക്സ് ബൈ നമ്പർ, എത്ര സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളത്, എത്ര കൗണ്ട് ചെയ്യുന്നത് നമ്മൾ? 1 2 3 4 5 6
6 സബ്ജക്റ്റിലും കൂടി അമൻ നേടിയ ടോട്ടലാണ്. അപ്പോൾ ടോട്ടൽ ബൈ നമ്പർ എന്ന് പറയുമ്പോൾ 100 പ്ലസ് 80 പ്ലസ് 80 പ്ലസ് 40 പ്ലസ് 80 പ്ലസ് 70 ബൈ 6 നമ്പർ ഓഫ് സബ്ജക്ട്. ഇതാണ് ആവറേജിന്റെ ഫോർമുല. സോ ആവറേജ് ബേസ്ഡ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത് കൊണ്ട് തന്നെ ഈ ആവറേജ് ഫോർമുല എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. ടോട്ടൽ സ്കോർ ബൈ നമ്പർ. അത് ടോട്ടൽ സ്കോർ ആണെങ്കിൽ സ്കോർ, ടോട്ടൽ മാർക്സ് ആണെങ്കിൽ മാർക്സ്, ഏജ് ആണെങ്കിൽ ഏജ്, എന്താണ് തന്നിരിക്കുന്ന ഡാറ്റ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട് അത് കൗണ്ട് ചെയ്തിട്ട് അത് ഡിവിഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 100 plus 80 plus 80 plus 40 plus 80 plus 70. ഇതിന്റെ ടോട്ടൽ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈസി 100 plus 80 180, 180 plus 80 260, 260 plus 40 300, 380 and 380 plus 70 എന്ത് വരും? 450 വരും അല്ലേ? അപ്പൊ ഈ 450 നമ്മൾ എന്ത് ചെയ്യണം? ബൈ 6 കൊണ്ട് ചെയ്യണം അല്ലെ? 450 ഡിവൈഡഡ് ബൈ 6 എങ്ങനെ വരും ആൻസർ? 450 divided by 6 നമുക്കറിയാം 6 into 7 42 75 is the answer. So 75 is the average of Aman for all subjects. Simple ആണ്. നമ്മൾ അമന് കിട്ടിയ എല്ലാ മാർക്സും ആഡ് ചെയ്യുന്നു ആൻഡ് അതിനെ നമ്മൾ 6 കൊണ്ട്, എന്താണ് 6 എടുക്കാൻ കാരണം? നമ്പർ ഓഫ് സബ്ജക്ട് 6 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു 75. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ആയുഷ്. അപ്പൊ ആവറേജിൽ നിന്ന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കടന്നു. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ ഇതിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, ഗിവൺ മാർക്ക് ബൈ എത്രയിലാണ്? ഔട്ട് ഓഫ് എത്രയിലാണ്? ടോട്ടൽ ഇൻറ്റു 100. അപ്പൊ നമുക്ക് നമ്മളെല്ലാം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ നെറ്റ് എക്സാം കഴിഞ്ഞാലും നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ്. അപ്പൊ ഇവിടെ നമുക്ക് ആയുഷിന്റെ ആണ് കിട്ടേണ്ടത്. ആയുഷ് ഇവിടെ പോയി. ആയുഷ് എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന ഈ ഒരു ആളുടെ മാത്രം പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റോ മാത്രം എടുത്താൽ മതിയല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ആയുഷിന് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് നോക്കുന്നത്? 90 പ്ലസ് 50 പ്ലസ് 90 പ്ലസ് 60 പ്ലസ് 70 പ്ലസ് 80. ഇതാണ് ആയുഷിന് കിട്ടിയിട്ടുള്ള ടോട്ടൽ. ആയുഷിന് കിട്ടിയിട്ടുള്ള മാർക്സ് അത് എത്രയാണ്? 90 പ്ലസ് 50 140, 140 plus 90 230, 230 plus 60 290, 290 plus 70 360, 360 plus 80 plus 70 plus 80 വരുമ്പോൾ ടോട്ടല് 440 വരും. 440. അപ്പൊ ഈ 440 ആണ് ആയുഷിന് കിട്ടിയിട്ടുള്ള മാർക്ക്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 440 ഔട്ട് ഓഫ് എത്രയിലാണ് ഈ 440 കിട്ടിയിട്ടുള്ളത്. അതായത് മാക്സിമം മാർക്ക് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എന്നാലാണ് നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാധനം കിട്ടി, എന്താണ്? 440 കിട്ടി, ഗിവൺ മാർക്ക് കിട്ടി. ഇനി ബൈ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ മാർക്ക് എത്രയാണ്? 150 പ്ലസ് 130 പ്ലസ് 120 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100. ഇതാണ് ടോട്ടൽ മാർക്ക് അല്ലെ? അപ്പോൾ
100 plus 100 plus 100 എങ്ങനെ വരും 300 വരും 300 plus 120 420 വരും 420 plus 130 420 100 520 30 550 വരും 550 150 എത്ര വരും 150 650 50 700 വരും അല്ലേ അപ്പം 440 by 700 into 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് ആയി അല്ലേ അപ്പം എത്ര വരും നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ കട്ട് ചെയ്യാം അല്ലേ അപ്പം 440 by 7 ആവും അപ്പം നമുക്കറിയാം 7 into 6 ആണ് 42 വരുന്നത് ബാക്കി ഇവിടെ 2 ബാലൻസ് വരും അപ്പൊ ഇപ്പൊ ഈ 6 കിട്ടിയാൽ തന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് കിട്ടും സ്റ്റിൽ നമുക്ക് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 720 2 ടൈംസ് വരുന്നു 14 പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ 862 എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം ആൻസർ ഓപ്ഷൻ നമ്പർ എ 62.8 അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ആയുഷിന് കിട്ടിയ മാർക്സ് എടുത്തു ബൈ maximum total എടുത്തു into 100 ചെയ്തു and we got the answer that is 62.8%. ഇനി അടുത്തത് എന്താണ് what is the average marks obtained by all candidates in physics അപ്പോൾ നമ്മുടെ ഫിസിക്സിൽ മാത്രമുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അതെ ഈ ഫിസിക്സിന്റെ കോളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ ഈ ഒരൊറ്റ കോളം ഇങ്ങനെ നമുക്ക് നോക്കിയാൽ മതി ടേബിൾ ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഫിസിക്സിന്റെ കോളം മാത്രം കാരണം എല്ലാ സ്റ്റുഡൻസിനും കൂടി ചേർന്ന് ഫിസിക്സിന് കിട്ടിയിട്ടുള്ള ആവറേജ് മാർക്കാണ് നമുക്ക് അറിയേണ്ടത് ആവറേജ് നമ്മൾ എങ്ങനെ കാണും ടോട്ടൽ ബൈ നമ്പർ അല്ലേ ടോട്ടൽ നമ്മൾ ഇവിടെ ചെയ്യണം 90 plus 80 plus 70 plus 80 plus 85 plus 65 plus 50 ഈ ടോട്ടലിനെ നമ്മൾ എത്ര നമ്പർ ഉണ്ട് 1 2 3 4 5 6 7 ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടി അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത് 90 plus 80 plus 70 plus 80 85 65 50 520 ആണ് അതിന്റെ ടോട്ടൽ വരുന്നത് ഇതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 7 into 7 49 കിട്ടും 3 0 2 4 28 ബാലൻസ് 2 വരും ഇവിടെ തൊടുന്നു നമ്മൾ 74 എത്തിയാൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ക്ലിയർ ആയിട്ട് 74.28 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും സോ ദാറ്റ് ഈസ് ദി ആൻസർ നമ്പർ ഓപ്ഷൻ നമ്പർ ബി ആണ് 74.28 അടുത്തത് എന്താണ് ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് ഒബ്റ്റെയിൻഡ് ദി ഹയസ്റ്റ് അഗ്രിഗേറ്റ് മാർക്സ് ഏറ്റവും കൂടുതൽ മാർക്ക് ടോട്ടൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവരുടെയും ടോട്ടൽ മാർക്ക് അറിയേണ്ട ആവശ്യമില്ല ഓപ്ഷനിൽ തന്നിട്ടുള്ള ആളുകളുടെ ടോട്ടൽ മാർക്സ് മാത്രം നോക്കിയാൽ മതി കാരണം അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഹയസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് ആയുഷിന്റെ നോക്കാം ആയുഷിന്റെ 90 plus 50 plus 90 plus 60 plus 70 plus 80 ആയുഷിന്റെ ടോട്ടൽ എത്ര വരുന്നത് 440 ആണ് വരുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു അമന്റെ വരുന്നത് 100 plus 80 plus 80 plus 40 plus 80 plus 70 വരുന്നത് 450 ആണ് നെക്സ്റ്റ് സജലിന്റെ ആണ് വരുന്നത് സജലിന്റെ 90 plus 60 70 70 90 70 സജലിന്റെ ടോട്ടൽ വരുന്നത് 450 ആണ് പിന്നെ വരുന്നത് മുസ്കാന്റെ ടോട്ടൽ 80 65 85 95 50 90 465 അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആരാ കിട്ടിയിട്ടുള്ളത് മുസ്കാൻ ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആൻസർ Who among the following has secured the highest percentage marks in physics, chemistry and maths? ചോദിച്ചിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രിയും മാത്സും കൂടെ കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് മാർക്ക് അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് 3 കോളമാണ് ഫോക്കസ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലേ 3 കോളം ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ആൻഡ് ആരുടെയൊക്കെ മാർക്സ് ആണ് നമുക്ക് നോക്കേണ്ടത്
ആയുഷിൻ്റെ, അമാൻ്റെ, രോഹിത് ആൻഡ് മുസ്കാൻ, ഇത്രയും പേരുടെ മാർക്കാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പേഴ്സൻറ്റേജ് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട കാര്യം ഇവിടെ ഇല്ല. അതായത് ഫിസിക്സ്, കെമിസ്ട്രിയും മാത്സും കൂടെ കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണ് ലഭിക്കുന്നത്? അവർക്ക് തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ടാവുക. മാർക്ക് കൂടുന്നതിനനുസരിച്ച് പെർസെൻറ്റേജ് കൂടും അല്ലേ? 98 ഔട്ട് ഓഫ് 100 കിട്ടിയ ആൾക്ക് എത്ര പെർസെൻറ്റേജാണ്? 98%. 97 ആണ് 100-ൽ കിട്ടിയതെങ്കിലോ 97%. അപ്പം മാർക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുന്നതാണ് നമ്മുടെ പെർസെൻറ്റേജ്. അപ്പം നമുക്ക് ശരിക്കും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന ഈ 3 സബ്ജക്റ്റുകളിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്സ് മാത്രമാണ് ഇവിടെ അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പം ആ മാർക്ക് അറിഞ്ഞാൽ തന്നെ നമുക്ക് പെർസെൻറ്റേജ് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കാം. ആദ്യം ആയുഷിൻ്റെ നോക്കാം. ആയുഷ് 90, 50, 90 അല്ലേ? അപ്പോൾ 90, 90, 180 + 50, 230 ആണ് വരുന്നത്. അമാൻ്റെ നോക്കുകയാണെങ്കിൽ 100 + 80 + 80, അതായത് 180 + 80 which is 260. പിന്നെ രോഹിത്ത് എങ്ങനെയാണ് വരുന്നത്? 80, 80, 160, 160 + 65, 225 ആണ് രോഹിത്തിൻ്റെ വരുന്നത്. മുസ്കാൻ്റെ വരുന്നത് എങ്ങനെയാണ്? 80 + 85, 135 + 65, 230 ആണ് വരുന്നത് മുസ്കാൻ്റെ. അപ്പം അതിൽ ഹയസ്റ്റ് മാർക്ക് ആർക്കാണ്? അമാനാണ്. അപ്പോൾ ഒബ്വിയസ്ലി അമാനായിരിക്കും ഹയസ്റ്റ് പെർസെൻറ്റേജ് വരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു ഒറ്റ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ പല കാൽക്കുലേഷൻസ്, പെർസെൻറ്റേജ്, ആവറേജ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഒരു ലൈൻ ഗ്രാഫാണ്. നമ്മൾ ലൈൻ ഗ്രാഫിലേക്ക്, ടേബിളിൽ നിന്ന് ലൈൻ ഗ്രാഫിലേക്കാണ് വരുന്നത്. അപ്പം ലൈൻ ഗ്രാഫ് പൊതുവെ ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ചോദ്യമാണ്. സ്റ്റഡി ദ ഫോളോയിങ് ഗ്രാഫ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് 1 to 5 given below it. It depicts profits earned by a company during various years. Profit earned in lakhs. Revenue, profit is equal to revenue minus expenditure. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഫോർമുലയും കൂടെ തന്നിട്ടുണ്ട്. എന്താണ് ആ ഫോർമുല? ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് 2005 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ ഒരു ടൈം പീരീഡ് 2005 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ഒരു പ്രോഫിറ്റ് കൂടുന്നു, താഴത്തോട്ട് വരുന്നു, പിന്നെയും കൂടുന്നു. അപ്പോൾ ഒരു പ്രോഫിറ്റ് ലെവലാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ കാണിച്ചു തരുന്നത്. ആൻഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ്, ലാഭം എന്ന് പറയുന്നത് കിട്ടുന്ന റവന്യൂവിൽ നിന്ന്, ഇൻകത്തിൽ നിന്നും ചെലവ്, എക്സ്പെൻഡിച്ചർ കഴിച്ചു കിട്ടുന്നതാണ് ലാഭം. അപ്പോൾ ഈ ഒരു ഫോർമുല പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. What is the average profit earned by the company over the years? അതായത് ഈ കമ്പനി 2005 മുതൽ 2009 വരെ നേടിയിട്ടുള്ള ആവറേജ് പ്രോഫിറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞു എന്താണ്? ടോട്ടൽ ബൈ നമ്പർ ആണ് അല്ലേ? ടോട്ടൽ ബൈ നമ്പർ ആണ് ആവറേജ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വാല്യൂസ് ഒക്കെ തമ്മിൽ കൂട്ടണം. എന്നിട്ട് അതിനെ ബൈ എത്ര വാല്യൂ ഉണ്ട്? 1, 2, 3, 4, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വാല്യൂസ് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് വാല്യൂസ് എടുക്കാം. ഓക്കെ, 2005 2005 നേരെ പോകുമ്പോൾ ദ വാല്യൂ ഇസ് 25 പ്ലസ് 2006 പോകുമ്പോൾ ദ വാല്യൂ ബിക്കംസ് 35. 2007 it's like 22.5. 2008 it is 30 അല്ലേ?
2009 എത്തുമ്പോഴോ 9 എത്തുമ്പോൾ അതൊരു 37.5. അപ്പം ഇത്രയും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന തുകയെ ബൈ എത്ര വാല്യൂ ഉണ്ട് 1 2 3 4 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് അല്ലേ. അപ്പോൾ ഇതാ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25 + 35 എത്രയാണ്? 55 അല്ലേ. 50 അല്ല 25 + 35 60. 60 + 22.5 that is 82.5. 82.5 plus 30. 82.5 plus 30 will be 112.5. 112.5 plus 37.5 is equal to 150. അപ്പോൾ 150 ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ 150നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 in 15 is 3 times. So 30. 30 is the answer. 30 lakhs is the answer. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്ത എമൗണ്ടിനെ നമ്മൾ നമ്പർ ഓഫ് വാല്യൂസുമായിട്ട് ഡിവൈഡ് ചെയ്തു, ബൈ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ആൻഡ് വി ഗോട്ട് ദി ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. If the expenditure of the company in 2009 was 28 lakhs, then what was the revenue of the company in that year? അതായത് എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിരിക്കുന്നു, എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 28 lakhs ആണെന്ന് തന്നിരിക്കുന്നു. Then what was the revenue of the company in that year? റവന്യൂ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. പ്രോഫിറ്റ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എടുക്കാമല്ലോ. 2009 ആണ്. 2009 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 37.5 അല്ലേ. അപ്പോൾ നമുക്കൊരു ഫോർമുല ഓൾറെഡി ഉണ്ട്, വിച്ച് ഇസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 37.5 ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? തന്നിട്ടുണ്ട്, 28 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി 37.5 പ്ലസ് 28 ആണ് എന്ത്? റവന്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് you will get 65.5 lakhs. ഒന്നുമില്ല, നമ്മൾ ആ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റവന്യൂ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ്. പ്രോഫിറ്റ് നമുക്ക് ഗ്രാഫിൽ നിന്നും 37.5 എന്ന് കിട്ടി, ആൻഡ് എക്സ്പെൻഡിച്ചർ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 28 lakhs എന്ന്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും റവന്യൂ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രോഫിറ്റ് ഓഫ് കമ്പനി ഇൻ 2008 ഇൻ കമ്പാരിസൺ ടു ദ പ്രീവിയസ് ഇയർ? അപ്പോൾ നമുക്കിവിടെ 2 ഇയറിലെ കണക്കാണ് വേണ്ടത്. 2008ഉം പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2007ഉം, ഈ 2 വർഷമാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്രോക്സിമേറ്റ്, ഏകദേശം വരുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ദേ ആർ ആസ്കിങ് ദ ഡിഫറൻസ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ കിട്ടിയ മാർക്ക് കൂടിയിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? കഴിഞ്ഞ പരീക്ഷയിലെ മാർക്കും ഈ പരീക്ഷയിലെ മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും, അതായിരിക്കും ഉത്തരം. അപ്പോൾ എപ്പോഴും ഇൻക്രീസ് ചോദിക്കുമ്പോൾ യു വിൽ ഹാവ് ടു ടേക്ക് ദ ഡിഫറൻസ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുക്കാം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്, എക്സാക്റ്റ് വാല്യൂ ഒന്നും വേണമെന്നില്ല. 2008 വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. 30 മൈനസ് 2007 വാല്യൂ എന്ന് പറയുന്നത് 22.5 ആണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് നമുക്ക് 23 എന്ന് എടുക്കാം, കാരണം നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ കിട്ടേണ്ടുള്ളൂ, എക്സാക്റ്റ് വാല്യൂ അല്ല. അപ്പോൾ 23 എടുക്കാം, നമുക്ക് റൗണ്ട് ചെയ്ത് 23 എടുക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി. ഇനി ഇത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പെർസെൻറ്റേജ് യൂഷ്വലി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ, നമുക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100, നമുക്ക് കിട്ടിയ തുക ബൈ ടോട്ടൽ തുക ഇൻറ്റു 100, ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസിനെ ബൈ എന്താണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്? എപ്പോഴും ഇങ്ങനത്തെ കമ്പാരിസൺ ചോദ്യത്തിൽ എന്തുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ആ കമ്പയർ ചെയ്യുന്നതിൻ്റെ വാല്യൂ ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ കമ്പാരിസൺ ടു വാട്ട്? പ്രീവിയസ് ഇയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ വാല്യൂ ആയിരിക്കും ഡിനോമിനേറ്റർ. അത് എന്ത് കമ്പാരിസൺ ചോദ്യം വരുമ്പോഴും ദിസ് ഇസ് ദി റൂൾ. അതായത് എന്തുമായിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന കാര്യത്തിലാണ് പറയുന്നത്, ഡിനോമിനേറ്റർ എപ്പോഴും നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ആ കമ്പയർ ചെയ്യുന്നതിൻ്റെ വാല്യൂ ആണ് ഡിനോമിനേറ്റർ. ഇവിടെ നമ്മൾ 2007 വാല്യൂമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ 2007 വാല്യൂ ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 30 - 23/23, 30 - 23 എന്ന് പറയുന്നത് 7 ആണ് അല്ലേ? 7/23 ആണ് വരുന്നത്. അപ്പോൾ 7/23 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 7 പോയില്ല, അപ്പോൾ ഇവിടെ 0 to 70 3 times 69 വരിക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 ഈ ഒരു വാല്യൂ ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ. കാരണം നമുക്ക് അപ്രോക്സിമേറ്റ് ആണ് കിട്ടുന്നത്. 30.4, അതായത് നമുക്ക് കിട്ടുന്ന 7/23 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.304 എന്നുള്ള വാല്യൂ ആണ്. ഈ 0.304നെ നമ്മൾ പെർസെൻറ്റേജ് ആക്കണം. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 30.4 വരും. അപ്പോൾ 30 ഇസ് ദി ആൻസർ. അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഈ കമ്പാരിസൺ പറയുമ്പോൾ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്, ആ കമ്പയർ ചെയ്യുന്ന വാല്യൂവിനെ വേണം നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാൻ. വാട്ട് ഈസ് ദി റേഷ്യോ? ഓക്കെ, നമ്മൾ റേഷ്യോയിലേക്ക് കിടക്കണം. പുതിയൊരു type of ചോദ്യം. What is the ratio of profit earned by the company in 2005 to the profit earned in 2009? അതായത് 2005ഉം 2009 നമുക്കിവിടെ ചോദ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 2005ൻ്റെ വാല്യൂ എടുത്തോ, 25 ആണ് അല്ലേ? 25 2009ലെ വാല്യൂ എത്ര വരുന്നത്? 37.5 വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കുത്താണ് കേട്ടോ. ഇത് 25:37.5നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 കൊണ്ട് ചെയ്യുമ്പോൾ 2 വരും. 2 ഇൻറ്റു പിന്നെ 37 12ൽ എത്ര ടൈമാണ്? 3 ടൈമാണ് അല്ലേ? 12 കൊണ്ടാണ് ഞാനിപ്പോൾ സിംപ്ലിഫൈ ചെയ്തത് കേട്ടോ. ഏകദേശം ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2:3 വരും. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 2:3. റേഷ്യോനെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? രണ്ടിലും വരുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്തിട്ട് അതുമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ 4:2 എന്ന് പറയുന്ന ഒരു റേഷ്യോനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ വരുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ 4ലും 2ലും വരുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2 ആണ്. അപ്പോൾ 2 വെച്ച് രണ്ടിനെ ഡിവൈഡ് ചെയ്യും. 4/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. 2/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ 2:1 ആയിരിക്കും അതിൻ്റെ സിംപ്ലിഫൈഡ് റേഷ്യോസ്. അങ്ങനെയാണ് നമ്മൾ റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ദ റവന്യൂ ഓഫ് ദി കമ്പനി ഇൻ 2007 was 45 lakhs, then what was the expenditure of the company in that year? അപ്പോൾ നമുക്ക് റവന്യൂ തന്നിട്ടുണ്ട്. റവന്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 45 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? എക്സ്പെൻഡിച്ചർ നമുക്ക് അറിഞ്ഞുകൂടാ, കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, 2007 ആണ്. 2007ലെ പ്രോഫിറ്റ് 22.5. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? P = R - E. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P = R - E എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ P എന്താണ്? 22.5 ആണ് നമ്മുടെ പ്രോഫിറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു റവന്യൂ എന്ന് പറയുന്നത് 45 ആണ് തന്നിട്ടുണ്ട്, മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചറിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 45 മൈനസ് ഈ സാധനം ഇങ്ങോട്ട് വരും. 22.5 ആണ് എന്ത്?
expenditure. 45 minus 22.5 is equal to എന്താണ് 22.5 എന്ന് ഓപ്ഷൻ ബി 22.5 is the answer. I hope it is clear. നമുക്ക് തന്നിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. എപ്പോഴും നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ലാഭം കിട്ടുന്നത് എപ്പോഴാണ്, പ്രോഫിറ്റ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇൻകം, അതിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചറും കഴിഞ്ഞ് ചെലവ്, വരവ് കഴിഞ്ഞിട്ട് വരവിൽ നിന്നുള്ള ചെലവും കഴിഞ്ഞ് കിട്ടി മിച്ചം വെക്കുന്നതിനാണ് നമ്മൾ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഇസ് ഓൾവേസ് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ. അതിനിപ്പോൾ ഫോർമുല തന്നിട്ടില്ലെങ്കിലും ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Study the following graph carefully and answer the questions 1 to 5. The graph consists of data about the number of vehicles manufactured by two companies over the years. അപ്പോൾ രണ്ട് കമ്പനീസിൻ്റെ ഡേറ്റ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ലൈൻ ഗ്രാഫിൻ്റെ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. യെസ്. അപ്പോൾ ഈ രണ്ട് കമ്പനീസ് ഓവർ ദി ഇയേഴ്സ് 2007 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഇത് തൗസൻഡ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 40,000, 60,000, 80,000 അങ്ങനെ 1000 ആയിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നമുക്ക് കമ്പനി എക്സിൻ്റെ ഗ്രാഫാണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. കമ്പനി വൈയുടെ ഗ്രാഫാണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. കമ്പനി എക്സിൻ്റെ ഗ്രാഫാണ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത്. സോ ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഗ്രാഫ് ആണ് ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. What is the difference between the number of vehicles manufactured by company Y in 2010 and 2011? അതായത് കമ്പനി വൈയുടെ ഡേറ്റ ആണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ കമ്പനി വൈ എന്ന് പറയുമ്പോൾ റെഡ് ലൈൻ. അപ്പോൾ റെഡ് ലൈൻ മാത്രമാണ് നമ്മുടെ ഫോക്കസ്. ചോദിച്ചിരിക്കുന്നത് വർഷം നോക്കുക. 2010 2011 ആണ്. അപ്പോൾ 2010 2011 ഈ 2 വർഷത്തെ ഡേറ്റ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നമ്മൾ എല്ലാം കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. എപ്പോഴും നമ്മൾ ചോദ്യത്തിലേക്ക് നമ്മുടെ ഫോക്കസ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കമ്പനി വൈയുടെ ഗ്രാഫ് റെഡ് ഗ്രാഫ് നോക്കാം. എന്നിട്ട് 2010ൻ്റെയും 2011ൻ്റെയും കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ എടുക്കാം. ആ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ചോദ്യം, അല്ലേ? വർഷം മാനുഫാക്ചർ ചെയ്ത വെഹിക്കിൾസും ഈ വർഷം 2011 മാനുഫാക്ചർ ചെയ്ത വെഹിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2010ൻ്റെ വാല്യൂ എടുത്ത് നോക്കാം. 2010ൻ്റെ വാല്യൂ ഏകദേശം വരുന്നത് റെഡ് ലൈൻ ആണ് കേട്ടോ. സോ ഞാനൊരു ബ്ലൂ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. അപ്പം 2010 വാല്യൂ ഏകദേശം എത്തി നിൽക്കുന്നത് 128 എന്ന വാല്യൂവിലാണ്. ഇനി നമുക്ക് 2011 വാല്യൂ നോക്കാം. ഒബ്വിയസ്ലി അതിനേക്കാൾ താഴെയാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 100ന് മുകളിൽ 107 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 128 മൈനസ് 107 ആണ് അതാണ് നമ്മുടെ ഡിഫറൻസ്. ഇൻ 1000 ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ 128ൽ നിന്ന് 107 പോകുമ്പം 221 അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇൻ 1000 ആണല്ലോ, 21,000. സോ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ ആ കറസ്പോണ്ടൻറ്റ് വാല്യൂ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യം. അടുത്ത ചോദ്യം, what is the difference between the total production of the two companies in the given years? സോ ഇവിടെ നമുക്ക് 2 കമ്പനിയുടെയും ടോട്ടൽ പ്രൊഡക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ വർഷത്തെയും ഒരു ടോട്ടൽ കണക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനി വൈ എടുക്കാം. കമ്പനി വൈ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാല്യൂസ് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കമ്പനി വൈയുടെ വാല്യൂസ് നോക്കാം. 139 അല്ലേ, 140 എത്തിയിട്ടില്ല, 139 വരുന്നുണ്ട്. 139 വരുന്നുണ്ട്.
അത് 2007 അല്ലേ. നമ്മൾ കമ്പനി വൈഡ് ആയിട്ടോ ആദ്യം എടുക്കുന്നത്. അടുത്തത് 2008 വാല്യൂ. 2008 വാല്യൂ ഏകദേശം 120 ആണ്, എക്സാക്ട് 120 വരുന്നുണ്ട്. അടുത്തത് 2009 ആണ്. 2009 വാല്യൂ 100 അല്ലേ, 100 വരുന്നുണ്ട്. പിന്നെ 2010 വാല്യൂ. 2010 വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ 128 ആണ് വരുന്നത്. 2011 വാല്യൂ എടുക്കുകയാണെങ്കിൽ 107 പ്ലസ് 2012 വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പോയിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു 148 എന്നെടുക്കാം. നമുക്കിതിൻ്റെയൊക്കെ ടോട്ടലാണ് വേണ്ടത്. 139, 120, 120, 100, 220, 220, 128, 107, 139 പ്ലസ് 48 എന്ന് പറയുമ്പോൾ ഏകദേശം 742 ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. അതായത് കമ്പനി വൈഡ് ടോട്ടൽ അത് നമുക്കിവിടെ എഴുതി വയ്ക്കാം, 742. ഇതേപോലെ നമ്മൾ കമ്പനി എക്സിൻ്റെ കണ്ടുപിടിക്കണം അല്ലേ. കമ്പനി എക്സിൻ്റെ നോക്കാം. ഗ്രീൻ ലൈനാണ്. ഓക്കെ, കമ്പനി എക്സിൻ്റെ 2007 വാല്യൂ നോക്കാം. 120 എത്തിയിട്ടില്ല, അപ്പോൾ 119 എടുക്കാം. 119. 2008 100 എത്തിയിട്ടില്ല അല്ല, 100 താഴെയാണ്, അപ്പോൾ 99. പിന്നെ അടുത്ത വർഷം വരുമ്പോൾ 140 മുകളിൽ പോയിട്ടുണ്ട്, അപ്പോൾ 141. അടുത്തത് വരുന്നത് 80 കുറച്ച് താഴെയാണ്, അപ്പോൾ 78. പിന്നെ അടുത്തത് വരുന്നത് അടുത്ത വർഷം 2011 വരുന്നത് 112 അല്ലേ. 2012 വരുന്നത് 159, 160 എത്തിയിട്ടില്ല, ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇത്രയും വാല്യൂസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 119 പ്ലസ് 148. നമുക്ക് ടോട്ടൽ വരുന്നത് 708 വരും. ഇത്രയും വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 708 ആൻസർ ആയിട്ട് വരും. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 742ൻ്റെയും 708ൻ്റെയും ഡിഫറൻസ് ആണ് നമുക്കിനി കാണേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ 3 ആവും, ഇവിടെ വന്നിട്ട് 4, 0, 34. അപ്പോൾ 34 in 1000 ആണ്. അപ്പോൾ എത്ര വരും? 34,000 എന്ന് വരും. The option is B, 34,000. ഇത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി എക്സ് എടുത്തു, 1000ലാണ് ആഡ് ചെയ്തു. പിന്നെ കമ്പനി വൈഡ് എടുത്തു, എന്നിട്ട് അതിന് തമ്മിലുള്ള ഡിഫറൻസ് കൂടെ 30, 1000ലാണല്ലോ. യു ഗോട്ട് ദി ആൻസർ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the average numbers of vehicles manufactured by company X over the given period? അപ്പോൾ ഇവിടെ കമ്പനി എക്സിൻ്റെ മാത്രം വാല്യൂ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് നമ്പർ ഓഫ് വെഹിക്കിൾസ് മാനുഫാക്ചർഡ് ബൈ കമ്പനി എക്സ്. അപ്പോൾ നമുക്ക് കമ്പനി എക്സിൻ്റെ മാത്രം വാല്യൂ എടുത്താൽ മതിയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കമ്പനി എക്സിൻ്റെ മാത്രം വാല്യൂസ് എടുക്കാം, ഫുൾ 2007 മുതൽ 2012 വരെ. അപ്പോൾ നമ്മൾ ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് വാല്യൂസ് എടുക്കുകയാണ്, കറസ്പോണ്ടിങ് വാല്യൂസ് എടുക്കുകയാണ്. എക്സിൻ്റെ ആണ്, സോ ഇറ്റ് ഈസ് ദ ഗ്രീൻ കളർ അല്ലേ, ഗ്രീൻ ഗ്രാഫാണ്. നമുക്ക്
2007 it is 119. നമ്മൾ നേരത്തെ എടുത്ത values ആണ്. പിന്നെ 2008 വരുമ്പോൾ it is 99. പിന്നെ 2009 വരുമ്പോൾ it is 141 plus 2010 വരുമ്പോൾ it is 78. 2011 വരുമ്പോൾ it is again 112 plus 2012 വരുമ്പോൾ it is 159 and the total ആണ് നമുക്ക് അറിയേണ്ടത് 119 99 ആഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് ടൈം, 2 മിനിറ്റ് വേണ്ടല്ലോ, 1 മിനിറ്റ് മതിയല്ലോ ഈ ഫിഗേഴ്സ് ഒക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാൻ. 119 plus 99 plus 141 plus 78 plus 112 plus 159 ഇത്രയും ചെയ്തിട്ട് we have to divide the entire thing by 6. 6 വാല്യൂ ആണല്ലോ നമുക്കുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ചെയ്യൂ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂനെ നമ്മൾ നമ്പർ ഓഫ് വാല്യൂസ് 6 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 119 99. ഞാനും ആഡ് ചെയ്യാം, നിങ്ങളും ആഡ് ചെയ്തോ. ഓക്കെ, ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. The answer is 708. ഈ 708നെ നമ്മൾ എന്ത് ചെയ്യണം? 6 ഡിവൈഡ് ചെയ്യണം. 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 11 ആകുമ്പോൾ 66 ബാക്കി വരും, 118 വരും. 708 divided by 6 118 വരും. 118 1000ലേക്ക് ആകുമ്പോൾ 1,18,000. That is the answer. Clear ആണെന്ന് വിചാരിക്കുന്നു. Moving ahead to the next question. In which of the following years the difference between the productions of companies X and Y was the maximum? ഏത് വർഷത്തിലാണ് കമ്പനി എക്സും വൈയും തമ്മിലുള്ള പ്രൊഡക്ഷൻ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും നോക്കണ്ട, തന്ന ഓപ്ഷനിലുള്ള വർഷം, അതായത് 2007 8 9 10 എന്നുള്ള വർഷം മാത്രം നമുക്ക് നോക്കിയാൽ മതി. അതിൻ്റെ ഡിഫറൻസ് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2007 ഡിഫറൻസ് എടുക്കാം അല്ലേ. 2007 എന്ന് പറയുമ്പോൾ കമ്പനി എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ, കമ്പനി എക്സും വൈയും. അപ്പോൾ നമുക്ക് ആദ്യം കമ്പനി എക്സിൻ്റെ നോക്കാം. 2007 കമ്പനി എക്സ് ഗ്രീൻ ആണ്, 119 അല്ലേ, 119. കമ്പനി വൈയോ, വൈ വന്നിട്ട് 139. അപ്പം ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 139 മൈനസ് 119 അല്ലേ, 20 വരും. ഇപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ നമുക്ക് കിട്ടി, അതായത് 2007 വാല്യൂ നമുക്ക് കിട്ടി, വിച്ച് ഇസ് 20 അല്ലേ. ഈ 2008 നോക്കാം. 2008 കമ്പനി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 120 അല്ലേ, കമ്പനി വൈ 120, കമ്പനി എക്സ് അതിൻ്റെ താഴെ വരും 99 എന്ന് എടുക്കാം, 100 ആയിട്ടില്ലല്ലോ. അപ്പോൾ 120 മൈനസ് 99 21 വരും അല്ലേ, 21. അപ്പോൾ അടുത്ത വാല്യൂ കിട്ടി. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2009 നോക്കാം. 2009 കമ്പനി വൈ വരുന്നത്, കമ്പനി എക്സ് വരുന്നത് 141,
കമ്പനി വൈ വരുന്നത് 100. 141 100 പോയാൽ 41 അല്ലേ? അപ്പോൾ ദ ഡിഫറൻസ് ഇസ് 41. നമുക്കൊരു ഹൈ വാല്യൂ കിട്ടി. ഇനി 2010ൻ്റെയും കൂടെ അറിയണം. 2010ൻ്റെ വാല്യൂസ് നോക്കാം. കമ്പനി വൈയുടെ വാല്യൂ 128. 2010ൻ്റെ വാല്യൂ ആണ്. 2010ൻ്റെ വാല്യൂ വരുമ്പോൾ 128. ഇതോ ഇത് 78. ഇപ്പം 128 മൈനസ് 78 വരും. 8 പോയ 0 50. അപ്പം ഹയസ്റ്റ് വാല്യൂ വരുന്നത് 2010-ലല്ലേ ഡിഫറൻസ്. സോ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂ എടുത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഹയസ്റ്റ് ഡിഫറൻസ് ഏതിന് വരുന്നു എന്നുള്ളത്, ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് കമ്പനി വൈ ഇൻ 2010 വാസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് % ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി എക്സ് ഇൻ ദ സെയിം ഇയർ. അപ്പോൾ ഇവിടെ നമുക്ക് 2010-ലെ വാല്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്, കമ്പനി എക്സിൻ്റെയും വൈൻ്റെയും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? പ്രൊഡക്ഷൻ ഓഫ് കമ്പനി വൈ ഇൻ 2010 വാസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് % ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി എക്സ് ഇൻ ദ സെയിം ഇയർ. കമ്പനി വൈയുടെ പ്രൊഡക്ഷൻ കമ്പനി എക്സിൻ്റെ പ്രൊഡക്ഷൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗിവൺ വാല്യൂ ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 100 ആണ്. ഇവിടെ നമുക്ക് കമ്പാരിസൺ ആണ്. അപ്പോൾ കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞ റൂൾ എന്താണ്? ആരുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് ആ വാല്യൂ ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പനി എക്സുമായിട്ടാണ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ കമ്പനി എക്സിൻ്റെ വാല്യൂ ആയിരിക്കും ഡിനോമിനേറ്റർ. ഇവിടെ കമ്പനി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം 2010 അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ്, അതായത് 78 ആണ് വരുന്നത് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. താഴെ വരുന്നത് 78,000 ആണ്. മുകളിലെ വാല്യൂ ഒബ്വിയസ്ലി ഇത് കമ്പനി വൈയുടെ വാല്യൂ ആയിരിക്കും, വിച്ച് ഇസ് 128,000 ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത് അല്ലേ? നമ്മൾ ആദ്യം കമ്പനി വൈ പ്രൊഡക്ഷൻ എടുത്തു, എന്നിട്ട് ഏതുമായിട്ടാണ് നമുക്ക് കമ്പാരിസൺ വരുന്നത് അതാണ് ഡിനോമിനേറ്റർ ആവുന്നത്. അപ്പോൾ കമ്പനി എക്സിൻ്റെ വാല്യൂ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു, പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്തു. സോ ഇവിടെ നമുക്ക് നിങ്ങളെല്ലാവരും ചെയ്യൂ, ഡിവിഷൻ ചെയ്ത് നോക്കൂ, സിംപ്ലിഫൈ ചെയ്തിട്ട്. 800 നമുക്ക് 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 64. ഇവിടെ വീണ്ടും 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 34 വരും. 164.1 വരും. 164.1 വരും, which is approximately ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത് 164. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, സീറോസ് ഒക്കെ കട്ട് ചെയ്യുക, 2 കൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആൻഡ് വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആസ് 164.102 എന്നുള്ള രീതിയിലാണ് വരിക. സോ ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി വാല്യൂ ആണ് ചോദിച്ചത്. സോ 164 ഇസ് ദി ആൻസർ. അടുത്തത് ഒരു ടേബിൾ ആണ്. ടേബിൾ എന്നുള്ള ചോദ്യമാണ്. സ്റ്റഡി ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് 1 to 5. The table shows the populations of 3 states over the year 2002 to 7. അപ്പോൾ 3 സ്റ്റേറ്റ് ABC എന്ന് പറയുന്ന 3 സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ ആണ് കാണിക്കുന്നത് 2002 മുതൽ 2007 വരെയുള്ളത്. ആൻഡ് പോപ്പുലേഷൻ ഇസ് ഇൻ ലാക്ക്, 4.5 lakh, 4.8 lakh അങ്ങനെ ലാക്സിലാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതിൽ നിന്നാണ് ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ആദ്യത്തെ നോക്കാം. What is the average population of state B for all the years together? അപ്പോൾ നമുക്ക് ഇവിടെ
ബിയുടെ വാല്യൂസ് മാത്രം എടുത്താൽ മതി. അതിൻ്റെ ആവറേജ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ബൈ 1 2 3 4 5 6 ചെയ്താൽ മതി അല്ലേ. ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വാല്യൂ ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ നമുക്ക് ആദ്യം 3.2 പ്ലസ് 3.6 പ്ലസ് 3.4 പ്ലസ് 3.8 പ്ലസ് 4.1 പ്ലസ് 4.4 ഇത് ആഡ് ചെയ്യണം അല്ലേ. 4 plus 13 plus 4 17 plus 20 5 2 plus 2 plus 4 16 plus 4 20 22.5 22.5 ആണ് ഇവിടെ ആൻസർ കിട്ടുക. ഈ 22.5നെ നമ്മൾ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ വാല്യൂ, നമ്പർ ഓഫ് വാല്യൂസ് 1 2 3 4 5 6 അല്ലേ. 6 വാല്യൂസ് ഉണ്ട്. അപ്പം 22.5 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ. എല്ലാവർക്കും ചെയ്യാൻ ഒരല്പം സമയം തരുന്നു. Find out the answer. 22.5 divided by 6. എത്രയാണ് ആൻസർ വരുന്നത്? ഇൻറ്റു 10 ചെയ്തിട്ട് വേണമെങ്കിൽ ഡെസിമൽ നീക്കാം. whichever method is comfortable for you. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്താണെന്ന് നോക്കൂ. ഇൻറ്റു 10 ചെയ്ത് ഡെസിമൽ മൂവ് ചെയ്യുമ്പോൾ 225/60 എന്ന് വരും. 225/60നെ നമുക്ക് 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്തുകൂടെ? കിട്ടിയോ അല്ലേ? 225/60 ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3.75 എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. 225/60 ചെയ്യുമ്പോൾ നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 45/12 എന്ന് വരും. 12 × 3 36 ആണെന്നറിയാം. 12 × 4 48 ആണ്. അപ്പോൾ 12 × 3 വരുള്ളൂ. അപ്പോൾ 3.75 is the answer. Option number C is the answer. ഓക്കെ, ടോട്ടൽ വാല്യൂ ബൈ നമ്പർ ഓഫ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. ചോദ്യത്തിലേക്ക് എടുക്കാം. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് എ ബിറ്റ്വീൻ 2002 and 3? പെർസെൻറ്റേജ് ഇൻക്രീസ്. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് അല്ലേ. ആൻഡ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കാം. സ്റ്റേറ്റ് എയുടെ ആണ് ചോദിച്ചിരിക്കുന്നത്, 2002 and 2003. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അല്ലേ നമുക്ക് കാണേണ്ടത്. 4.8 മൈനസ് 4.5 എന്ത് കിട്ടും? 0.3 എന്ന് കിട്ടും ആൻസർ. ഇനി നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ 0.3 വിൽ ബി ദ ന്യൂമറേറ്റർ. 2002ൻ്റെ വാല്യൂ എന്നാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. 4.5 × 100. അപ്പം എങ്ങനെ വരും? into 100 ചെയ്യുമ്പോൾ what answer will you get? എല്ലാവർക്കും ചെയ്യാൻ ഒരല്പം സമയം വരുന്നു. ചെയ്തിട്ട് പറയൂ what answer you got. 0.3 by 4.5 into 100. ചെയ്യാനാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെസിമൽ റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30/450 എന്ന് പറയാം. അപ്പോൾ 30/450 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് as 0.0667 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആണ് ആക്കേണ്ടത്. അപ്പോൾ അതിനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 6.67 ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കിട്ടും. ഡെസിമൽ വരുമ്പോൾ ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു ഡെസിമലേ ഉള്ളൂ എങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡെസിമൽ റിമൂവ് ചെയ്യാം. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്, ഡെസിമൽ ഡിവിഷൻ ഡിഫിക്കൽട്ട് ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻറ്റു
ഇപ്പോൾ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ ഇൻറ്റു 100, സിംഗിൾ വാല്യൂ ആണെങ്കിൽ ഇൻറ്റു 10 ചെയ്യുക, ഡെസിമൽ റിമൂവ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, then you will get the answer. And percentage ആയതുകൊണ്ട് we will have to multiply it with 100 അല്ലേ, ഇത് ബൈ ഇത് ഇൻറ്റു 100 അല്ലേ പെർസെൻറ്റേജ്. അപ്പോൾ ഇത് ബൈ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതിനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ you will get the final answer. Okay, this is the answer, 6.67. അടുത്ത ചോദ്യം നോക്കാം. What was the difference between combined populations of all the 3 states for the year 2004 and 2005? അപ്പോൾ നമുക്ക് 2004ഉം 2005ഉം ആണ് വേണ്ടത്. അതിൻ്റെ എന്താണ് വേണ്ടത്? കമ്പൈൻഡ് പോപ്പുലേഷൻ ഡിഫറൻസ് ആണ് വേണ്ടത്. ഓൾ ദ 3 സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് മൂന്നും കൂട്ടണം എന്നിട്ട് രണ്ടിൻ്റെയും ആൻസേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഓൾ ദ 3 സ്റ്റേറ്റ്സ്. കമ്പൈൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയുടെയും ബിയുടെയും സിയുടെയും പോപ്പുലേഷൻ 2 വർഷത്തെ, അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ബേസിക് ആണ്. ആഡ് ചെയ്യാൻ കുറച്ച് സമയം തരുന്നു. 5 ഇവിടെ നമുക്ക് 2004ലാണെങ്കിൽ 5 റെഡ് കൊണ്ട് എഴുതാം, കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും. 5.2 പ്ലസ് 3.4 പ്ലസ് 5.8. 2004. 2005 ആകുമ്പോൾ 5.4 പ്ലസ് 3.8 പ്ലസ് 6.3. സോ ആഡ് ചെയ്യൂ. ഡെസിമൽ വെച്ചിട്ട് ആഡ് ചെയ്യാൻ അറിയാം എന്നെല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഈസിയാണ്. ഒരെണ്ണം ഞാനിവിടെ ആഡ് ചെയ്ത് കാണിക്കാം. ഡെസിമൽ വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻറ്റു 10 ഇൻറ്റു 100 ഒക്കെ ചെയ്ത് ഡെസിമൽ കളയുന്നത്. അഡീഷൻ ഇസ് ക്വൈറ്റ് ഈസി. ഇപ്പോൾ നമുക്ക് 2004ലാന്ന് ആഡ് ചെയ്യാം. 5.2 3.4 5.8 ഇതങ്ങനെ തന്നെ എടുക്കുന്നു. പ്ലസ് നമ്മൾ ഡെസിമലൊന്നും മാറ്റുന്നില്ല. 8 + 2 10, 10 + 4 14. അപ്പോൾ 4 ഇവിടെ ഇടുന്നു, ബാക്കി ഇവിടെ കൊടുക്കുന്നു. നമ്മൾ ഇവിടെ കുത്തിടുന്നു. നമ്മൾ സാധാരണ അഡീഷൻ ചെയ്യുന്നത് പോലെ 5 + 1 6, 6 + 3 9, 9 + 5 14. 14.4 ആണ് ഇതിൻ്റെ ഉത്തരം. 2004. ഇതേപോലെ 2005 ഒന്ന് ചെയ്ത് നോക്കൂ. ആൻഡ് ടെൽ മീ ദ ആൻസർ. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ. 2005 5.4 പ്ലസ് 3.8 പ്ലസ് 6.3 അല്ലേ. 8 + 4 12 + 3 15. അപ്പോൾ 5 വരും. ഇവിടെ ബാക്കി 1 കൊടുക്കുന്നു. 5 + 1 6 + 3 9 + 6 15. 15.5. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂവും കിട്ടി അല്ലേ. 15.5ഉം 14.4ഉം ആണ്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കിട്ടണം അല്ലേ. 15.5 മൈനസ് 14.4 എന്തായിരിക്കും? 1.1 അല്ലേ. 1.1 എന്ന് പറയുമ്പോൾ what is the answer? ലാക്കിലാവുമ്പോൾ 1,10,000. Option C is the answer. 1.1 lakh. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. What was the average population of all the three states in 2006? 2006 എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2006 മാത്രമാണ്. സോ നമുക്ക് ഈ ഒരൊറ്റ കോളം മാത്രം നോക്കിയാൽ മതി. ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ബൈ നമ്പർ. അപ്പോൾ 5.8 പ്ലസ് 4.1 പ്ലസ് 6.6 ഇതിനാദ്യം ആഡ് ചെയ്യണം അല്ലേ. 8 + 6 14 പ്ലസ് 1 15 5
5 plus 1 6, 6 plus 4 10, 10 plus 6 16, 16.5 ആണ് ടോട്ടൽ വാല്യൂ. ഇനി ഈ ടോട്ടൽ വാല്യൂവിനെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് വാല്യൂമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 16.5നെ നമ്മൾ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യണം? എത്ര വാല്യൂ ഉണ്ട്? 1 2 3 3യുമായിട്ട് ഡിവൈഡ് ചെയ്യണം. 16.5 by 3 എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 16.5 by 3 ചെയ്യൂ. ഐ എം ഗിവിങ് യു ടൈം. ഞാൻ തന്നെ പെട്ടെന്ന് ആൻസർ, കാരണം ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. യു നീഡ് ടൈം അല്ലേ? ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡ് ആവുന്നത്. സോ ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് യു വിൽ നോട്ട് ഗെറ്റ് ടൈം. 16.5 by 3 എങ്ങനെ ചെയ്യും? വളരെ ബേസിക് ആയിട്ട്. ഇഫ് ഡെസിമൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ ഡെസിമൽ അങ്ങ് നീങ്ങിക്കോളും. മേലത്തെ ഡെസിമൽ നീങ്ങും. 3 × 10 30 ആവും. അപ്പോൾ 165 by 30 ആവും. 165 by 30 ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. 5 വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. ഡിവിഷനിലേക്കൊന്നും പോവാതെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 5 വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ചെയ്തോ എല്ലാവരും? ആൻസർ കിട്ടിയോ? 165 by 30 ചെയ്തിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. And the answer is 5.5. 165 by 30 ചെയ്യുമ്പോൾ 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? 3 33 by ഇത് 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ആവും അല്ലേ? 33 by 6 ആവും. നമുക്കറിയാം 6 × 5 30. അപ്പോൾ 0.33 ആയതുകൊണ്ട് ആ 5 ഇങ്ങനെ റിപ്പീറ്റ് ആയി പോകും. 5.5 is the answer. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഓൾ ദി 3 states in 2004 and 5? നമ്മൾ പെർസെൻറ്റേജും ആവറേജും ഒക്കെ കടന്ന് വീണ്ടും റേഷ്യോയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 2004 2005 ആണ് തന്നിട്ടുള്ളത്. കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള വാല്യൂ എടുക്കണം. എന്നിട്ട് അത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് ചെയ്യണം. സോ എങ്ങനെ ചെയ്യും? 5.2 plus 3.4 plus 5.8 ചെയ്ത് 2004ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 5.4 plus 3.8 plus 6.3 ചെയ്തിട്ട് 2005ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആഡ് ചെയ്ത് നോക്കൂ. ഡെസിമൽ അഡീഷൻ ആണ്, സിമ്പിൾ ആണ്. യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ്. ജസ്റ്റ് ആഡ് ചെയ്യുക. ആ ഡോട്ടിൻ്റെ സ്ഥാനത്ത് ഡെസിമലിൻ്റെ സ്ഥാനത്ത് ഡെസിമൽ ഇട്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ 5.2 plus 3.4 plus 5.8 എന്ന് തൊട്ട് 2 10 14 5 plus 1 6 plus 3 9 9 plus 5 14 14.4 കിട്ടും അല്ലേ? 14.4 കിട്ടും. അടുത്തതോ 8 plus 4 12 12 plus 3 15 5 ബാലൻസ് വരുന്നു. 5 plus 1 6 plus 3 9 9 plus 6 15. അപ്പോൾ 15.5ഉം 14.4ഉമാണ് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. സോ റേഷ്യോ എന്തായിരിക്കും? 2004 and 2005. അപ്പം 2004ൻ്റെ ആദ്യം പറയണ്ടേ? 144 to 155. രണ്ടിനെ നമ്മൾ ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഡെസിമൽ അങ്ങ് പോകും അല്ലേ? അപ്പം എന്തായിരിക്കും? ഓപ്ഷൻ ബി 144 to 155 is the answer. ഒന്നുമില്ല, നമ്മൾ ആഡ് ചെയ്ത് ഡെസിമൽ കളഞ്ഞു. എന്നിട്ട് ഈ ഒരു ഓർഡർ എപ്പോഴും ശ്രദ്ധിക്കണം റേഷ്യോ ചെയ്യുമ്പോൾ. 2004 and 2005 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 144 to 155. ഇനി 2005 and 2004 എന്നാണ് ചോദിച്ചിരുന്നതെങ്കിലോ ഓപ്ഷൻ എ ആയേനെ ഉത്തരം. 155 to 144 എന്നുള്ളത്, 144 എന്നുള്ളത്. സോ ഐ ഹോപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു.
റേഷ്യോ, ആവറേജ്, പെർസെൻറ്റേജ്, അങ്ങനെ മേജർ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഒരു ചോദ്യത്തിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ടേബിൾ ഫോർമാറ്റിലുള്ള ചോദ്യം ചെയ്തു, ലൈൻ ഗ്രാഫ് ചെയ്തു. ഇനി നമുക്ക് പൈ ചാർട്ട് ഉണ്ട്, ബാർ ഡയഗ്രാം ഉണ്ട്, ഒക്കെ അത് നമുക്ക് വഴിയെ ഓരോ ചോദ്യങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. ക്ലാസ് കേൾക്കുന്നത് വഴി നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലാക്കാം എന്നുള്ളതേ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ആക്യുറസി കിട്ടണമെങ്കിൽ, യു വിൽ ഹാവ് ടു പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. കാൽക്കുലേഷൻസ് ചെയ്ത് കൈവച്ച് ബുക്കിൽ എഴുതി ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു സ്പീഡ് നമുക്ക്, ആ ഒരു വേഗതയും ഒരു ആക്യുറസിയും നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വെറുതെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ പോലെ വെറുതെ ക്ലാസ് കേട്ടു പോവാതെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കാൽക്കുലേഷൻ ചെയ്യാൻ, ഞാനിവിടെ പറയുന്ന സമയത്ത് അവിടെ ചെയ്യാൻ വേണ്ടി നിങ്ങളും ശ്രമിക്കുക. നിങ്ങളുടെ കാൽക്കുലേഷനും എൻ്റെ വരുന്ന ആൻസേഴ്സും കറക്റ്റ് അല്ലേ എന്ന് ഒത്തു നോക്കുക. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും ഒരുപാട് പുതിയ ചോദ്യങ്ങളും മറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.